Fine. Now we'll see the various types of languages used in a computer. Types of languages. Okay. The languages can be of different types, like a high-level language or low-level language, and it all depends upon the task of writing the program or on the basis of a particular architecture of a machine. നമ്മുടെ മെഷീൻ്റെ ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടാണോ അതല്ല ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ടാണോ നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്, അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ലാംഗ്വേജസ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു. ഫസ്റ്റ് വൺ ഇസ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പം ഇതിൻ്റെ അകത്ത് ഹൈ ലെവൽ ഉണ്ട്, ലോ ലെവൽ ഉണ്ട്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ലൈക്ക് ഹ്യൂമൻ ലാംഗ്വേജ് തന്നെയാണ്. നമ്മൾ മനുഷ്യരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെ പോലെ തന്നെ ഇരിക്കും അത്. ആൻഡ് ഇറ്റ് ഇസ് മോർ ലൈക്ക് കൈൻഡ് ഓഫ് ഇംഗ്ലീഷിൽ നമ്മൾ ഓരോ സെൻറ്റൻസസ് എഴുതുന്നത് പോലെ തന്നെ ആയിരിക്കും ഹൈ ലെവൽ ലാംഗ്വേജ് ഇരിക്കുക. ആൻഡ് ദിസ് ലാംഗ്വേജ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മൾ കുറച്ച് മുന്നേ സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ അതിൻ്റെ ഡിഫറൻസ് വാട്ട് ഇറ്റ് ഈസ് എന്നൊക്കെ കണ്ടായിരുന്നു. അപ്പം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ആൻഡ് സിൻസ് ഇറ്റ് ഈസ് മോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെ ഇരിക്കുന്നത് കാരണം തന്നെ അതിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. വാട്ട് ഇറ്റ് ഈസ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ഈസ് ഈസിയർ ടു മോഡിഫൈ, ആൻഡ് ഇറ്റ് ഈസ് ഈസിയർ ടു ഡീബഗ്, ആൻഡ് ഇറ്റ് ഈസ് ഈസിയർ ഓർ ഫാസ്റ്റർ ടു റൈറ്റ്. ഒരു പ്രോഗ്രാം എഴുതാൻ്റെ ഒരു ക്വിക്നെസ്, ഈസിനെസ്, ഇതെല്ലാം കാര്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലേ. നമുക്ക് users, human beings, it is very easy to understand the language. അതാണ് നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ്. ആൻഡ് ദി എക്സാമ്പിൾസ് ആർ C, C++, Java, Python. ഇത് പറയുന്ന നമ്മൾ ഇതെല്ലാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഇതെല്ലാം മോർ ലൈക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ടാണ് നമുക്കത് പഠിക്കാനും പറ്റുന്നത്, പഠിക്കാൻ എളുപ്പമാകുന്നതും അത് ഹൈ ലെവൽ ലാംഗ്വേജ് ആയതുകൊണ്ടാണ്. Now, so the different examples are like programming languages like C, C++, Java, and Python, etc. Now, ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എവിടെ വേണമെങ്കിലും പോർട്ടബിൾ ആണ്. കാര്യം ഇതൊരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു ഡെവലപ്പ് ചെയ്തൊരു ലാംഗ്വേജ് ആണല്ലോ. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് മെഷീൻ മാറി യൂസ് ചെയ്യണമെങ്കിൽ വി ക്യാൻ സിംപ്ലി it is portable. We can make it available into different machines as well. Whereas the next kind of language, low level language. Low level language. Okay, so this kind of language is mainly used for the to meet a particular architecture or a specific ഹാർഡ്വെയർ ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനോ അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്ചറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ലോ ലെവൽ ലാംഗ്വേജ്. ഇത് നമുക്ക് ഹ്യൂമൻ ബീങ്സിന് അത്രയും ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഈസിനെസ് ആയിരിക്കില്ല. കാര്യം ഇറ്റ് ഈസ് മോർ ലൈക്ക് നേറ്റീവ് ലാംഗ്വേജ് ഓഫ് കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് ലോ ലെവൽ ലാംഗ്വേജ്. ആൻഡ് the language is mostly written in terms of zeros and ones, അല്ലെങ്കിൽ ബൈനറി ഫോർമാറ്റിലാണ് ഈ ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല. ആൻഡ് an example for this low level language is nothing but machine code. നമ്മൾ അതിനെയാണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുക. ഓക്കെ, ഫൈൻ. Now one last category is there, assembly language. Again, this is yet another type of low level programming തന്നെയാണ്. പക്ഷെ എന്നാലും മെഷീൻ ലെവൽ പോലെ അത്രയും ഒരു ലോവസ്റ്റ് ലെവൽ അല്ല, എന്നാൽ ഹൈ ലെവൽ ലാംഗ്വേജ് പോലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അല്ല. വി ക്യാൻ സേ ദാറ്റ് an intermediate between low level and high level, but even then it is categorized under a low level programming only. അത് നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോസസ്സറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. an example ആണ് 8085 പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന 8085 പ്രോസസ്സർ.
ഇങ്ങനെയുള്ള ഏതെങ്കിലും പെർട്ടിക്കുലർ പ്രോസസ്സറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. സോ ദീസ് ആർ ദ ബേസിക് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ദാറ്റ് വി നോർമലി യൂസ് ഇൻ എ കമ്പ്യൂട്ടർ, ലൈക്ക് ഹൈ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ്. നമ്മൾ ഇതിൽ ഈ പറഞ്ഞതിൽ വെച്ച് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ ഓൺവേർഡ്സ് വി വിൽ ബി ഡീലിംഗ് വിത്ത് ദിസ് ഹൈ ലെവൽ ലാംഗ്വേജ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സി ലാംഗ്വേജ്. അപ്പം ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഇതെല്ലാം ഞാൻ എഴുതിയിരിക്കുന്ന എല്ലാം ഹൈ ലെവൽ ലാംഗ്വേജ് ആണെന്ന് പറയും, എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയുവാണെങ്കിലും എന്തിനും പിന്നെ എല്ലാം സെയിം ലെവലാണ്, എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ് എങ്കിൽ പിന്നെ എന്തിനും വേറെ വേറെ വേർഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിലും പറഞ്ഞ കണക്ക് ഇംഗ്ലീഷ് തന്നെയാണ്, എന്നാൽ എഴുതുന്ന രീതി ഡിഫറെൻ്റ് ആണ്, അതിൽ യൂസ് ചെയ്യുന്ന റൂൾസ് ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ ഗ്രാമർ ഡിഫറെൻ്റ് ആണ്, സിൻടാക്സ് ഡിഫറെൻ്റ് ആണ്. അതാണ് ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അപ്പൊ അതിൽ നമ്മൾ സി ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന സിൻടാക്സ് എന്താണ്, അതിൻ്റെ റൂൾസ് എന്താണ്, അതിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ് നമ്മുടെ ഈ സബ്ജക്ട്. ആൻഡ് വിൽ ഡീൽ മോർ അബൌട്ട് ദിസ് ലാംഗ്വേജ് ഫ്രം മോഡ്യൂൾ 2 onwards. All right, now we'll see in detail about the system translator. System translator. Translator, as the name indicates, anything that which converts from one form to another form, we call that as a translator. So system translator again എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ again it is also a computer program that converts from one language to another language. നമുക്ക് ലാംഗ്വേജസ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് പഠിച്ചു. ഹൈ ലെവൽ ലാംഗ്വേജ്, മെഷീൻ ലെവൽ ലാംഗ്വേജ്, ഓർ ലോ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഇങ്ങനെയുള്ള കുറേ ലാംഗ്വേജസ് പഠിച്ചു. ഒരു ലാംഗ്വേജിൽ നിന്നും വേറൊരാൾക്ക് മനസ്സിലാകുന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത് സിസ്റ്റം ട്രാൻസ്ലേറ്റർ. ആൻഡ് ദർ ആർ ഡിഫറെന്റ് സിസ്റ്റം ട്രാൻസ്ലേറ്റേഴ്സ്. ഫസ്റ്റ് വൺ is compiler, then we have interpreter, then we have assembler. Okay, ഇതെല്ലാം ട്രാൻസ്ലേറ്റേഴ്സ് തന്നെയാണ്. അപ്പം ഇവരെല്ലാവരും ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ എല്ലാവരും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്, എന്നാൽ ചെയ്യുന്ന രീതി എന്നാൽ ഡിഫറെൻ്റ് ആയിരിക്കും. Compiler is a translator that translates a high level language to a machine level language. Interpreter again does the same thing. അതും ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത്. രണ്ടുപേരും ഒരേ ടാസ്ക് ആണ് ചെയ്യുന്നതെങ്കിൽ ഇവർ രണ്ടുപേരും രണ്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. കമ്പൈലർ ചെയ്യുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആളിനെ അല്ലെങ്കിൽ പ്രോഗ്രാമിനെ, ആ പ്രോഗ്രാമിനെ കംപ്ലീറ്റ് ആയിട്ടും എടുക്കും. ദ എൻറ്റയർ സോഴ്സ് കോഡ് വിൽ ബി ടേക്കൺ ആൻഡ് ഇറ്റ് വിൽ ചെക്ക് ഫോർ എറേഴ്സ് ആൻഡ് ഇഫ് ദർ ആർ നോ എറേഴ്സ് ദെൻ ഇറ്റ് വിൽ കമ്പൈൽ ദി എൻറ്റയർ പ്രോഗ്രാം ടു ആൻ ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ്. അതാണ് കമ്പൈലർ ചെയ്യുന്ന രീതി. അതിനൊരു എക്സാമ്പിൾ ആണ് GCC is an example of compiler. Okay, similarly Java, C. Again, all these are compilers. എന്നാൽ ഇന്റർപ്രറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട സോഴ്സ് കോഡിനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുക്കണില്ല. ഇൻസ്റ്റഡ് ഇറ്റ് വിൽ ടേക്ക് ഇൻഡിവിജ്വൽ സ്റ്റെപ്സ്, ഓരോ സ്റ്റെപ്സിനെയും 1 by 1 എടുത്തിട്ട് ഓരോ സ്റ്റെപ്സിനെയും എടുത്ത് അതിൻ്റെ എറർ നോക്കി ശരിയാണെന്നുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് തരുന്നു. അതല്ല അവിടെ വെച്ച് എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഇൻഫോം ചെയ്യണം. കമ്പൈലർ അങ്ങനെയല്ല, എല്ലാം കൂടി കൺവേർട്ട് ചെയ്യുന്ന കാരണം എറേഴ്സ് എല്ലാം കൂടി അവസാനമേ നമ്മൾ അറിയിക്കുകയുള്ളൂ. ഇന്റർപ്രറ്റർ ഓരോ ലൈനിലും വർക്ക് ചെയ്യുന്നുണ്ട്, ഓരോ ലൈനിലെയും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെന്റിലെയും സ്റ്റെപ്പിലെയും എറർ നമ്മൾ അപ്പം അറിയിച്ചു പോകുന്ന രീതിയാണ് ഇന്റർപ്രറ്ററിനുള്ളത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പൈതൺ. Python is an example for an interpreted language. Then we have Java virtual machine, which are all examples of interpreter. Then assembler is again another translator that converts an assembly language to a low level language or machine level language. നമ്മൾ നേരത്തെ ഹൈ ലെവൽ ലാംഗ്വേജ് കണ്ടു, ലോ ലെവൽ ലാംഗ്വേജ് കണ്ടു, അസംബ്ലി ലാംഗ്വേജ് കണ്ടു. ഒരു അസംബ്ലി ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന ട്രാൻസ്ലേറ്ററിനാണ് അസംബ്ലർ എന്ന് പറയുക. An example is Fortran assembly program. Okay, so this is an example of assembler. Now നമുക്കിനി ഈ കമ്പൈലറിനെയും ഇന്റർപ്രറ്ററിനെയും കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് അവർ തമ്മിലൊരു കമ്പാരിസൺ നോക്കാം. എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, അത് എന്ത് ഇൻപുട്ടായിട്ട് എടുക്കുന്നു, എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് തരുന്നത്, അതിൻ്റെ സ്പീഡ് എങ്ങനെയാണ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നമുക്കൊരു ടേബിൾ രീതിയിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. Now, in the first column, as you can see, it is a basis for comparison. നമ്മൾ എന്തിൻ്റെ ബേസിസിൽ കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ we are going to compare both compiler and interpreter. അതാണ് നമ്മുടെ 3 കോളംസിലുള്ള ഫസ്റ്റ് വൺ. ഇൻപുട്ടിൻ്റെ ബേസിസിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ കമ്പൈലർ എന്താണ്
ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it takes the entire program as the input and will convert it. If there are no errors, then it will convert the entire program to an intermediate object code. അതാണ് കമ്പൈലർ ചെയ്യുക. Whereas an interpreter, അതിന്റെ ഇൻപുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it will take a single line of a code and then it will convert. അവിടെ എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അത് നോട്ടിഫൈ ചെയ്ത് തരും. Now, in terms of output, അടുത്ത basis of comparison is output. Output എങ്ങനെയായിരിക്കും തരിക? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ it will be giving the intermediate object code. നേരത്തെ input complete ആയിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഔട്ട്പുട്ട് അത് നമുക്ക് എന്താ തരുന്നത്? ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള object code. Interpreter, when it comes to interpreter, it does not produce any object code. അങ്ങനെ ഒരു വേറെ മെഷീൻ കോഡിന് ഇടയ്ക്കുള്ള ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ഒന്നും നമുക്ക് തരുന്നില്ല. It works normally. Now, working mechanism പറയുവാണെന്നുണ്ടെങ്കിൽ compiler ആണെങ്കിൽ compilation, what the compiler does is called as compilation. Compilation is done before the execution of the program. Compiler compilation നടത്തി സക്സസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ വർക്കിംഗ് മെക്കാനിസത്തിൽ കമ്പൈലേഷൻ ഇസ് ഡൺ ബിഫോർ എക്സിക്യൂഷൻ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപ്രറ്റർ നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചത്? എങ്ങനെ? ഇറ്റ് ടേക്സ് എ സിംഗിൾ ലൈൻ ഓഫ് കോഡ് ആൻഡ് ദെൻ ഇറ്റ് വിൽ ചെക്ക് ഫോർ എറേഴ്സ്, നമുക്ക് തിരിച്ചു തരുന്നു, പിന്നെ അത് വീണ്ടും അടുത്തതിലോട്ട് പോകുന്നു, അല്ലെ അവിടെ ഒരു ഔട്ട്പുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തരുന്നു. അങ്ങനെ ഒരു ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് കമ്പൈലേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഗോസ് ഓൺ പാരലലി, അതങ്ങ് ഒരുമിച്ച് അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഇന്റർപ്രറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ദാറ്റ് ഇസ് ബോത്ത് വിൽ ബി ഹാപ്പനിങ് സൈമൾട്ടേനിയസ്ലി. Now, in terms of speed, what do you know? Compiler, what happens is like, since it is taking the entire code and it is giving back successful ആണെങ്കിൽ നമുക്ക് തരുന്നുണ്ട്, അതല്ല എറേഴ്സ് തരികയാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് തരുന്നേ ഉള്ളൂ. അപ്പം അവിടെ ഇങ്ങനെ ഒരുമിച്ച് എല്ലാം അറ്റ് എ ടൈമിൽ അത് എടുത്ത് നമുക്ക് തിരിച്ചു തരുന്നത് കൊണ്ട് we can say that compiler comparatively are faster. Whereas interpreter, it is comparatively slower. Why? Because അത് ഓരോ ലൈനും 1 by 1 എടുത്തെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നത് കാരണം നമ്മൾ അതിനെ സ്ലോവർ എന്നാണ് പറയുക. Now, in terms of errors, നമ്മുടെ കമ്പൈലർ വാട്ട് ഇറ്റ് ഡസ് ഇസ് ലൈക്ക് ഇറ്റ് വിൽ ഡിസ്പ്ലേ ഓൾ ദി എറേഴ്സ് ഇൻ വൺ ഗോ. കാര്യം അതെ, കംപ്ലീറ്റ് കോഡ് എടുക്കുകയാണ്. കംപ്ലീറ്റ് കോഡ് എടുത്തിട്ട് ആ കംപ്ലീറ്റ് കോഡ് നോക്കിയിട്ട് എവിടെയൊക്കെ എന്തൊക്കെ എറേഴ്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ അപ്പം തന്നെ നോട്ടിഫൈ ചെയ്യും. Whereas in the case of interpreter, it is not like that. Errors of each line is displayed in one by one നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ എറേഴ്സിന്റെ കേസസിൽ between compiler and interpreter. Now, error detection. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവർ രണ്ടുപേരും കമ്പൈലറും ആയിക്കോട്ടെ ഇന്റർപ്രറ്ററും ആയിക്കോട്ടെ നമുക്ക് എറേഴ്സ് തരുന്നുണ്ടല്ലോ. ഒന്ന് എല്ലാം കൂടെ അവസാനം തരുന്നു, ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ എറർ ഡിറ്റക്ഷന്റെ കേസ് വരുമ്പോൾ അതിൽ ഏതായിരിക്കും എളുപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കമ്പൈലർ നോക്കുമ്പോഴത്തേന് എല്ലാ എറേഴ്സും അറ്റ് എ ടൈം നമുക്ക് അറ്റ് എ സ്ട്രെച്ചിൽ എല്ലാ എറേഴ്സും കൂടെ തരികയാണ്. ഒരു 50 എറേഴ്സ് തരികയാണെങ്കിൽ ഡിറ്റക്ടിങ് ഓൾ ദോസ് 50 എറേഴ്സ് ഇൻ ദാറ്റ് പ്രോഗ്രാം വിൽ ബി ഡിഫിക്കൾട്ട്. സോ വി സേ ദാറ്റ് ഡിറ്റക്ടിങ് ദി എറേഴ്സ് in the case of a compiler will be difficult. Whereas in terms of, in the case of interpreter, what happens is like it is giving the error one by one. ഓരോ ലൈനിലും നമുക്കൊരു എറർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്ത ലൈൻ ഏതാണ്, അതിൽ എറർ എന്താണ്, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ലൈൻ മാത്രം നോക്കിയാൽ മതി. So we say that it is comparatively easier. Now, examples, as we mentioned before also, the various examples of compiler are GCC can be considered, Java C is a compiler, and whereas an interpreter, again Python is an example, JVM is an example. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം ജാവ കമ്പൈലറും ജാവ വെർച്വൽ മെഷീനും ഇവരെ ഞാൻ കമ്പൈലറിന്റെ കാറ്റഗറിയിൽ എഴുതിയിട്ടുണ്ട്, ഇന്റർപ്രറ്ററിന്റെ കാറ്റഗറിയിൽ എഴുതിയിട്ടുണ്ട്. Therefore, understand one thing, Java is an example of both compiled language and interpreted language. GCC നമ്മൾ യൂസ് ചെയ്യുന്ന, ഇപ്പം നമ്മൾ C ലാംഗ്വേജ് പഠിക്കുന്നുണ്ടല്ലോ, നമ്മുടെ സബ്ജക്റ്റ് C ലാംഗ്വേജ് ഉള്ളി, അത് നമ്മൾ GCC കമ്പൈലറിലാണ് യൂസ് ചെയ്യുന്നത്. C ലാംഗ്വേജ് is an example of a compiled language. All right, next we'll see what do you mean by structured approach to programming. എന്താണ് സ്ട്രക്ചേർഡ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Structured approach is nothing but it's a kind of strategy where the program is written or made into a single structure. അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്തുള്ള സ്റ്റെപ്സിൻ്റെ അകത്ത് നമ്മൾ
ഏത് സീക്വൻസിലാണോ നമ്മൾ എഴുതിയിരിക്കുന്നത് അതേ സീക്വൻസിൽ തന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് വൺ ലൈൻ ആഫ്റ്റർ ദി അതർ അങ്ങനെ പോകുന്ന ഒരു സ്ട്രാറ്റജീനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് അപ്രോച്ച് എന്ന് പറയുക. അല്ലാതെ അതിൻ്റെ അകത്ത് നമ്മൾ ഒരിടത്ത് നിന്നുകൊണ്ട് വേറൊരിടത്ത് ചാടിപ്പോവുക, അതായത് അൺനെസസറി ജമ്പിങ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാതെ ഒരു നോർമൽ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ഒരു ഫ്ലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് അപ്രോച്ച് ഇസ് കോൾഡ് എസ് സ്ട്രക്ചേർഡ് അപ്രോച്ച്. ഇപ്പൊ നമ്മുടെ വിച്ച് ആർ ദ വേരിയസ് ലാംഗ്വേജസ് ദാറ്റ് സപ്പോർട്ട് ദി സ്ട്രക്ചേർഡ് അപ്രോച്ചസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഇസ് എ സ്ട്രക്ചേർഡ് അപ്രോച്ച് ലാംഗ്വേജ്, ദെൻ C++, ജാവ, ഓൾ ദീസ് ആർ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഓൺലി. അപ്പം ഇത് പറഞ്ഞ കണക്ക് ഓരോ ലൈൻസും 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഒരു നോർമൽ ഫ്ലോയിൽ പോകുന്നതിനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു. ഇതിന് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. വാട്ട് ക്യാൻ ബി ദ അഡ്വാൻറ്റേജസ്? അങ്ങനെ നമ്മൾ 1 by 1 ആയിട്ടൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് പോകുമ്പോഴത്തേനും വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. കാര്യം വൺ ആഫ്റ്റർ ദി അതർ ആയതുകൊണ്ട് അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഈസിയർ ടു ഡീബഗ്. കാര്യം നമുക്ക് എറർ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ആ ഒരു ഫ്ലോയിൽ വരുന്നത് കാരണം നമുക്ക് എറർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സിമിലർലി ഇറ്റ് ഈസ് ഈസിയർ ടു മെയിൻറ്റെയിൻ. പിന്നെ മോസ്റ്റ് ഓഫ് ദ കേസസിലും ഇറ്റ് വിൽ ബി മെഷീൻ ഇൻഡിപെൻഡന്റ് ആണത്. മെഷീൻ ഇൻഡിപെൻഡന്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ്. അതിപ്പോൾ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസ് പഠിച്ചപ്പോഴും ഒരു ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അത് മെഷീൻ ഇൻഡിപെൻഡന്റ് ആണ്, അത് പോർട്ടബിൾ ആണ് എന്നുള്ളതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിന്. അതേസമയം ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്തായിരിക്കും ഡിസഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എഴുതിയതാണ് മെഷീൻ ഇൻഡിപെൻഡന്റ് ആണെന്ന്. മെഷീൻ ഇൻഡിപെൻഡന്റ് ആയത് കാരണം തന്നെ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് ഇറ്റ് ടേക്സ് ടൈം. അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇറ്റ് വിൽ ടേക്ക് ടൈം കൺസ്യൂമിങ് ആണ്. മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം, ടൈം കൺസ്യൂമിങ് ആണ്. ഇനി അതുപോലെ തന്നെ ഈ കൺവേർട്ട് ചെയ്തെടുക്കുന്ന കോഡ് മേ നോട്ട് മാച്ച് വിത്ത് ദി അസംബ്ലി കോഡ്. അസംബ്ലി കോഡുമായിട്ട് ഇതിന് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. So all these are the various disadvantages or the demerits associated with structured programming approach. Structured programming അകത്ത് മെഷീൻ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ആണ് ആവുന്നത്. അപ്പോൾ ഒന്നും കൂടി സ്ട്രക്ചേർഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാം അല്ലെങ്കിൽ കോഡിനെ ഒരു സിംഗിൾ സ്ട്രക്ചർ ആക്കി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജീനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. where every line or the execution happens one after the other. ഒരു sequential order executions നടന്നു കിട്ടും. അതിനെയാണ് നമ്മൾ ഈ സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു പ്രോഗ്രാമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.